Hello dear students, next we are going to start the third module. In the third module the main concept is trees, then the subtopics are properties of trees which consist of many theorems, then pendant vertex, distance and centers, rooted tree, binary tree, counting tree and last spanning tree. Okay, so first we have to learn what is a tree. Tree means it's a connected graph without any circuit. So tree means it's a connected graph without any circuit. That is, no circuit is existing in a tree or in a connected graph. നമ്മുടെ കയ്യിൽ ഒരു കണക്റ്റഡ് ഗ്രാഫ് ഉണ്ടായിരിക്കും. കണക്റ്റഡ് ഗ്രാഫ് മീൻസ് ദർ എക്സിസ്റ്റ് എ പാത്ത് ബിറ്റ്വീൻ എവറി പെയർ ഓഫ് വേർട്ടിസസ്. ഏത് പെയർ ഓഫ് വേർട്ടിസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനിടയ്ക്ക് ഒരു പാത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടായിരിക്കും. പാത്ത് മീൻസ് വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് എ സീക്വൻസ് ഓഫ് വേർട്ടിസസ് ആൻഡ് edges. Okay, and it is also a open one and the vertices does not get repeated. Okay, so എല്ലാ പെയർ ഓഫ് വേർട്ടിസിനിടയ്ക്ക് ഒരു പാത്ത് ഉണ്ടെങ്കിൽ അതൊരു കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും. ആ കണക്റ്റഡ് ഗ്രാഫിൽ സർക്യൂട്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു ട്രീ ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് രണ്ട് ഫിഗേഴ്സും ട്രീ ആണ്. ആ ട്രീയിൽ ഏത് രണ്ട് വേർട്ടിസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ഒരു പാത്ത് കാണും. ബട്ട് ലാസ്റ്റ് വൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഏത് രണ്ട് വേർട്ടിസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാത്ത് കാണും, പക്ഷേ അത് ക്ലോസ്ഡ് ആണ്, അല്ലെങ്കിൽ സർക്യൂട്ട് ഉണ്ട് അതിൽ. സോ ദ ലാസ്റ്റ് ഗ്രാഫ് ഈസ് നോട്ട് എ ഓർ ദ തേർഡ് ഗ്രാഫ് ഈസ് നോട്ട് എ ട്രീ. ദെൻ നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് എ നൾ ട്രീ. നൾ ട്രീ മീൻസ് നൾ ഗ്രാഫ് എന്താണ് നമ്മൾ പഠിച്ചു. നൾ ഗ്രാഫ് മീൻസ് എ ഗ്രാഫ് വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് ഓൺലി ഐസൊലേറ്റഡ് വേർട്ടിസസ് ഓർ എ ഗ്രാഫ് വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് നോ എഡ്ജസ്. So tree means a tree without any edges is called a null tree, or a tree which consisting of only vertices is called a null tree. Okay, ഇനി നമുക്ക് properties of a tree ആണ് പഠിക്കാനുള്ളത്. It consisting of many theorems. The first theorem is there is one and only one path exists between every pair of vertices in a tree. There is one and only one path between every pair of vertices in a tree T. ഒരു ട്രീയിൽ ഏത് പെയർ ഓഫ് വേർട്ടിസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനിടയ്ക്ക് ഒരൊറ്റ പാത്ത് മാത്രമേ എക്സിസ്റ്റിംഗ് ആയിട്ട് കാണൂ. ഓക്കെ, അതെങ്ങനെ പ്രൂവ് ചെയ്യും? സോ അതിൻ്റെ പ്രൂഫ് മീൻസ് സപ്പോസ് വി ഹാവ് എ ട്രീ T. നമ്മുടെ കയ്യിൽ ഒരു ട്രീ ഉണ്ട്. ആൻഡ് ട്രീ മീൻസ് according to definition, it is a connected graph. Connected graph means there must exist at least one path between every pair of vertices. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ കയ്യിലൊരു ട്രീ ഉണ്ട്, ആ ട്രീ കണക്റ്റഡ് ആണ്. കണക്റ്റഡ് ഗ്രാഫ് മീൻസ് ഏത് പെയർ ഓഫ് വേർട്ടിസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു പാത്ത് കാണും. സോ നമ്മുടെ കയ്യിലുള്ള ടി കണക്റ്റഡ് ആണ്. ഏത് പെയർ ഓഫ് വേർട്ടിസസ് എടുത്ത് നോക്കിയാലും അറ്റ്ലീസ്റ്റ് വൺ പാത്ത് എന്തായാലും അവിടെ കാണും. ഇനി നമുക്കതൊരു ട്രീ ആണെന്ന് നമുക്കത് ട്രീ ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി നമ്മൾ അതിനകത്ത് പ്രൂവ് ചെയ്യേണ്ടത് ഒറ്റ പാത്തേ ഉള്ളൂ എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്യുക ഇഫ് ദെയർ എക്സിസ്റ്റ് ടു പാത്ത്, രണ്ട് പാത്ത് ഉണ്ടായിരുന്നെങ്കിൽ. ഫോർ എക്സാമ്പിൾ കൺസിഡർ എ ആൻഡ് ബി, രണ്ട് വേർട്ടിസസ്. We have a tree and which is connected. ഓക്കെ, നമ്മുടെ കയ്യിലൊരു ട്രീ ഉണ്ട് ടി, അതിൽ രണ്ട് വേർട്ടസ് നമ്മളെടുത്തു. ദെൻ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഇൻ കേസ് രണ്ട് പാത്ത് അതിൽ ഉണ്ടായിരുന്നെങ്കിൽ, ദാറ്റ് ഈസ് ഫസ്റ്റ് പാത്ത് ഈസ് ഫ്രം എ ടു ബി ആൻഡ് ദ സെക്കൻഡ് പാത്ത് ഈസ് ഫ്രം ബി ടു എ. അപ്പോൾ രണ്ട് ഡിസ്റ്റൻറ്റ് പാത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? എ തൊട്ട് ബി വരെ ഒരു പാത്തും ബി തൊട്ട് എ വരെ പാത്തും ഉണ്ടെങ്കിൽ അതവിടെ ഒരു സർക്യൂട്ടാണ് ക്രിയേറ്റ് ചെയ്ത്, ക്ലോസ്ഡ് സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സോ ഒന്നിൽ കൂടുതൽ പാത്ത് ഉണ്ടെങ്കിൽ അവിടെ ഷുവറായിട്ടും സർക്യൂട്ട് കാണാം. നമ്മളിവിടെ പറഞ്ഞത് നമ്മുടെ കയ്യിലുള്ളതൊരു ട്രീ ആണ് ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നോ സർക്യൂട്ട്സ്. അപ്പോൾ സർക്യൂട്ട്സ് ഇല്ല എങ്കിൽ അതിനർത്ഥം എന്തായിരിക്കും? അവിടെ രണ്ട് പാത്ത് കാണില്ല, ഒരൊറ്റ പാത്ത് മാത്രമേ കാണൂ. അങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്.
Okay, so suppose we have a tree and it is connected, so there exists path between every pair of vertices and we have to prove that there exists only one path between them. ഒരു പാത്തോടെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഇൻ കേസ് ഒരു രണ്ട് വേർട്ടിസസ് എടുത്തിട്ട് രണ്ട് പാത്ത് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു സർക്യൂട്ട് കാണും. ഓക്കെ, സർക്യൂട്ട് കാണും. സർക്യൂട്ട് എന്തായാലും ട്രീയിലില്ല, അതിനർത്ഥം അവിടെ രണ്ട് പാത്ത് കാണത്തില്ല, ഒരൊറ്റ പാത്ത് മാത്രമേ കാണൂ. So let me have a tree T such that T is connected and there must exist at least one path between every pair of vertices in T. Suppose that take two vertices A and B of T which are connected by two distinct paths P1 and P2. Now P1 union P2 forms a circuit which is a contradiction to the statement that we already stated. Okay, so that is our assumption is wrong such that G has no circuits and hence there is only one path exists between every pair of vertices in a tree. ഇങ്ങനെയാണ് തിയറം പ്രൂവ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഓർ നെക്സ്റ്റ് തിയറം, ഓരോ പ്രോപ്പർട്ടീസാണ് ഓരോ തിയറം വഴി പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ ഫസ്റ്റ് തിയറത്തിൻ്റെ കോൺവേഴ്സാണ് സെക്കൻഡ് തിയറം. ഫസ്റ്റ് തിയറത്തിൽ നമ്മൾ പറഞ്ഞത് ഒരു ട്രീയിൽ ഏത് പെയർ ഓഫ് വെർട്ടിസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു പാത്ത് കാണും, ഒരു പാത്തേ കാണും. ഇനി സെക്കൻഡ് തിയറം, ഇഫ് ഇൻ എ ഗ്രാഫ് ദർ ഈസ് ഓൺലി വൺ പാത്ത് ബിറ്റ്വീൻ എവരി പെയർ ഓഫ് വെർട്ടിസസ് ദെൻ ജി ഈസ് എ ട്രീ. ഒരു ഗ്രാഫിൽ എല്ലാ പെയർ ഓഫ് വെർട്ടിസസിനും ഇടയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു പാത്ത് മാത്രമേ എക്സാക്ട്ലി ഉള്ളെങ്കിൽ അതൊരു ട്രീ ആയിരിക്കും. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഒരു ട്രീയിൽ എല്ലാ പെയർ ഓഫ് വെർട്ടിസസിനിടയ്ക്കും എക്സാക്ട്ലി വൺ പാത്ത് കാണുമെന്നായിരുന്നു. സെക്കൻഡ് തിയറത്തിൽ ഒരു ഗ്രാഫിൽ എല്ലാ പെയർ ഓഫ് വെർട്ടിസസിനിടയ്ക്ക് എക്സാക്ട്ലി വൺ പാത്ത് ഉണ്ടെങ്കിൽ അതൊരു ട്രീ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, സോ സപ്പോസ് നമ്മുടെ കയ്യിലൊരു ഗ്രാഫ് ഉണ്ട്, ദെൻ ആ ഗ്രാഫിൽ എല്ലാ പെയർ ഓഫ് വേർട്ടിസസിനിടയ്ക്കും പാത്ത് ഉണ്ടെന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ എല്ലാ പെയർ ഓഫ് വേർട്ടിസസ് ഉണ്ടെങ്കിൽ പാത്ത് ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ദാറ്റ് ഗ്രാഫ് ജി ഈസ് എ കണക്റ്റഡ് ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഗ്രാഫ് എല്ലാ പെയർ ഓഫ് വേർട്ടിസസ് ഉള്ളത് കൊണ്ട് അതൊരു കണക്റ്റഡ് ഗ്രാഫാണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ഗ്രാഫ് എന്ന് പറഞ്ഞൊരു ട്രീ എന്നാണ്. ട്രീ മീൻസ് നോ സർക്യൂട്ട്സ്. സോ സർക്യൂട്ട്സ് ഇല്ല, നമ്മുടെ കയ്യിലുള്ള ഗ്രാഫിൽ സർക്യൂട്ട്സ് ഇല്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് സപ്പോസ് ഇഫ് ഇറ്റ് ഹാസ് എ സർക്യൂട്ട്, ഒരു സർക്യൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ, സോ സപ്പോസ് ഒരു സർക്യൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഏതെങ്കിലും രണ്ട് വേർട്ടിസസ് എ എന്നും ബി എന്നും രണ്ട് വേർട്ടിസസ് എടുക്കുവാണ്. അപ്പോൾ സർക്യൂട്ട് ഉണ്ടെങ്കിൽ അതിനർത്ഥം എയിൽ നിന്ന് ബിയിലോട്ടും ബിയിൽ നിന്ന് എയിലോട്ടും ഒരു പാത്ത് കാണും. സർക്യൂട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യാണ് അവിടെ ഒരു സർക്യൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ രണ്ട് വേർട്ടിസസ് എടുത്തു കഴിഞ്ഞാൽ അതിനിടയ്ക്ക് എന്തായാലും അറ്റ്ലീസ്റ്റ് ടു പാത്ത് എന്തായാലും കാണും. നമ്മളിവിടെ പറഞ്ഞു വന്നത് നമ്മുടെ കയ്യിൽ ഗ്രാഫിൽ ഒരു പാത്ത് മാത്രമേ ഉള്ളെന്നാണ്. അപ്പോൾ അതിനർത്ഥം സർക്യൂട്ടില്ല, അതെന്താണ്? അത് ഉറപ്പായിട്ടും ഒരു ട്രീ തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനൊരു ട്രീ എടുക്കുവാണെങ്കിൽ ഇതൊരു വാർട്ടെക്സ്, അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനൊരു പാത്തുമുണ്ട്, ഇങ്ങനൊരു പാത്തുമുണ്ട്. ഇനി ഇതൊരു ഗ്രാഫാണ്, ആ ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ വാർട്ടെക്സും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു പാത്തുമുണ്ട്. സോ ക്ലോസ്ഡ് ആയിട്ടുള്ള ഏത് ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും രണ്ട് പെയർ ഓഫ് വേർട്ടിസസിനിടയ്ക്ക് രണ്ട് പാത്തെങ്കിലും അറ്റ്ലീസ്റ്റ് കാണും. അപ്പോൾ ആ ഒരു ഡെഫിനിഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞതും നമ്മുടെ കയ്യിലൊരു ഗ്രാഫുണ്ട് given in a graph G and that graph consists of only one path between every pair of vertices. That means the graph is connected and we have to prove that it is a tree. That means we have to prove that it consists of no circuits. For that first we have to assume that G has a circuit ഉണ്ടായിരുന്നെങ്കിൽ if G has a circuit then if we take any pair of vertices, സർക്യൂട്ട് ആണെങ്കിൽ ഏത് പെയർ ഓഫ് വേർട്ടിസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇറ്റ് വിൽ ബി കണക്റ്റഡ് ബൈ ടു ഡിസ്റ്റൻറ്റ് പാത്ത്, അറ്റ്ലീസ്റ്റ് ടു ഡിസ്റ്റൻറ്റ് പാത്ത് എങ്കിലും കാണും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ ടു അവർ അസംഷൻ. നമ്മുടെ അസംഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ അസംഷൻ നമ്മൾ പറഞ്ഞത് സർക്യൂട്ട് ഉണ്ടായിരുന്നുള്ള രീതിയിലാണ് പോയത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പാത്തേ ഉള്ളൂ. അപ്പോൾ സർക്യൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ രണ്ട് പാത്ത് കാണും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു പാത്തേ ഉള്ളൂ. അപ്പോൾ അതിനർത്ഥം എന്താ? ഇവിടെ സർക്യൂട്ടൊന്നും ഇല്ല ആൻഡ് our assumption is wrong and the G has no circuit. That means G is a tree. Okay, so this is a contradiction to your assumption because G has only one path exists between every pair of vertices and
G consists of no circuits and G will sure it will be a tree. Okay. രണ്ട് തിയറംസും രണ്ട് രീതിയിലാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് തിയറത്തിൽ നമ്മൾ പറഞ്ഞത് ഒരു ട്രീ ഉണ്ട്, ട്രീ കണക്റ്റഡ് ആണ്, എല്ലാ പെയർ ഓഫ് വെർട്ടിസസിനിടയ്ക്ക് പാത്ത് കാണും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്യണം ഇൻ കേസ് രണ്ട് പാത്ത് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു സർക്യൂട്ട് ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ട്രീയിൽ സർക്യൂട്ട് ഇല്ല, അപ്പോൾ അതിനർത്ഥം രണ്ട് പാത്ത് ഇല്ല, ഒറ്റ പാത്തേ ഉള്ളൂ. രണ്ടാമത്തെ തിയറത്തിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ കയ്യിലൊരു ഗ്രാഫുണ്ട്, ആ ഗ്രാഫ് മീൻസ് എല്ലാവർക്കും ഇടയ്ക്ക് പാത്തുണ്ട്, ഒറ്റ പാത്ത് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ട്രീ ആണെന്ന് പ്രൂവ് ചെയ്യണം, നമ്മൾ സർക്യൂട്ട്സ് ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം. അതിനു വേണ്ടി ഫസ്റ്റ് നമ്മൾ സർക്യൂട്ട്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. സർക്യൂട്ട്സ് ഉണ്ടെങ്കിൽ രണ്ട് പാത്ത് കാണും. ഓക്കെ, അപ്പം രണ്ട് പാത്ത് ഇല്ല എന്ന് നമ്മൾ ഈ തിയറം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒറ്റ പാത്തേ ഉള്ളൂ. അതിനർത്ഥം എന്താ, നമ്മൾ അസ്യൂം ചെയ്തത്, അതായത് സർക്യൂട്ട് ഉണ്ടെന്ന് അസ്യൂം ചെയ്തത് റോങ് ആണ്, സർക്യൂട്ട്സ് ഇല്ല. സോ ഇറ്റ് ഷുവർലി ഇറ്റ് വിൽ ബി എ ട്രീ. ദെൻ നെക്സ്റ്റ് തിയറം or next property is a tree or every tree with n vertices consists of n minus 1 edges. ഏതൊരു ട്രീ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ n വെർട്ടിസസ് ഉണ്ടെങ്കിൽ ഷുവർ ആയിട്ടും നമ്പർ ഓഫ് എഡ്ജസ് n മൈനസ് 1 ആയിരിക്കും. സോ ഇൻഡക്ഷൻ മെത്തേഡ് വഴിയാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് വി ഹാവ് ടു നമ്മൾ വാല്യൂ ഡയറക്റ്റ് തന്നെ കൊടുക്കുവാണ്. എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ദാറ്റ് മീൻസ് ഒരു വെർട്ടിസസ് മാത്രമേ ഉള്ളെങ്കിൽ അവിടെ നോ എഡ്ജസ്. ദെൻ രണ്ട് വെർട്ടിസസ് ഉണ്ടെങ്കിൽ 1 എഡ്ജ്, ദാറ്റ് ഈസ് n മൈനസ് 1. ത്രീ വെർട്ടിസസ് ആണെന്നുണ്ടെങ്കിൽ 2 എഡ്ജസ്, ദാറ്റ് ഈസ് ഓൾസോ n മൈനസ് 1. 4 വെർട്ടിസസ് ആണെങ്കിൽ ദാറ്റ് ട്രീ വിൽ കൺസിസ്റ്റിംഗ് ഓഫ് 3 എഡ്ജസ്, ദാറ്റ് ഈസ് ഓൾസോ n minus 1. So എന്നിൻ്റെ വാല്യൂ 1, 2, 3 up to any positive വാല്യൂ കഴിഞ്ഞാൽ number of edges will be n minus 1. So the statement is proved. Then so the result is true for n is equal to 1, 2, 3, 4 etc. Then we have to assume that the theorem is true for all trees which consisting of fewer than n vertices. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്ത് തന്നെയായാലും n minus 1 എഡ്ജസ് അതിനകത്ത് കാണും. ഈ നമ്പർ ഓഫ് വെർട്ടിസസ് എന്നിനെക്കാട്ടി ലെസ് ആണെങ്കിൽ എന്താണെന്നുള്ള കേസാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. സോ അതിനു വേണ്ടി ഫസ്റ്റ് സപ്പോസ് വി ഹാവ് എ ട്രീ ടി വിത്ത് കൺസിസ്റ്റിംഗ് ഓഫ് n വെർട്ടിസസ് ആൻഡ് ദിസ് ഈസ് ദ ട്രീ. This is a tree which consisting of some vertices. Then we have to assume an edge EK between VA and VJ. രണ്ട് വെർട്ടിസസ്, പെയർ ഓഫ് വെർട്ടിസസ് വി ആൻഡ് വി ജെ എടുക്കുക, അതിനിടയ്ക്കുള്ള എഡ്ജ് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പം നമുക്കറിയാം നമ്മുടെ കയ്യിലൊരു ട്രീ ആണ്, അത് കണക്റ്റഡ് ആണ്. ട്രീയിൽ ഫസ്റ്റ് തിയറത്തിൽ പഠിച്ചിട്ടുണ്ട് രണ്ട് പെയർ ഓഫ് വെർട്ടിസസിനിടയ്ക്ക് എക്സാക്ട്ലി 1 പാത്ത് മാത്രമേ കാണൂ. അപ്പം നമ്മളിവിടെ എടുത്ത വി എക്കും വി ജെക്കും ഇടയ്ക്ക് ഒരു എഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ദാറ്റ് ഈസ് ദ ഓൺലി എഡ്ജ് ബിറ്റ്വീൻ വി എ ആൻഡ് വി ജെ. വി എക്കും വി ജെക്കും ഇടയ്ക്കുള്ള ഓൺലി എഡ്ജ് എന്ന് പറയുന്നത് ഇ കെ മാത്രം ആയിരിക്കും. ഓക്കെ, ഇനി ആ ഇ കെനെ നമ്മളങ്ങ് റിമൂവ് ചെയ്യുക. ഇ കെനെ റിമൂവ് ചെയ്യുമ്പോൾ ഗ്രാഫ് എങ്ങനെയാവും? ഇങ്ങനെയാവും. ദാറ്റ് മീൻസ് നമ്മുടെ ടി ആണ് ഇത്, ആ ടിയിൽ നിന്ന് നമ്മൾ ഇ കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഗ്രാഫ് വിൽ ബി ഡിസ്കണക്റ്റഡ് ആൻഡ് ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 2 components. ഓക്കെ, സോ സപ്പോസ് ലെറ്റ് ടി ബി എ ട്രീ with n vertices and ek equal to vij be an edge in T with n vertices v and vj. We know that there is no other path between va and vj except ek. ഓക്കെ, അതായത് നമ്മൾ രണ്ട് വെർട്ടിസസിനിടയ്ക്ക് ഒരു പാത്ത് ഉണ്ടെന്ന് പറഞ്ഞു, ഒരു എഡ്ജ് മാത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം എവരി പെയർ ഓഫ് വെർട്ടിസസിനിടയ്ക്ക് ഒരു പാത്തേ ഉള്ളതെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉള്ള പാത്ത് എന്ന് പറയുന്നത് വിത്ത് കൺസിസ്റ്റിംഗ് ഓഫ് ഓൺലി 1 edge and that is the only edge in between VA and VJ. Okay, if we delete EK from T, which will disconnect the graph, thus T minus K is disconnected. This T minus EK is disconnected in 2 components T1 and T2. So നമ്മുടെ ഗ്രാഫ് ടി ഒരു എഡ്ജ് എടുത്തു, അതിനെ നമ്മൾ റിമൂവ് ചെയ്തപ്പോൾ ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയി T1 and T2 രണ്ട് കമ്പോണൻറ്റ്സ് കിട്ടി. ഡിസ്കണക്റ്റഡ് ഗ്രാഫ് മീൻസ് ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് മൾട്ടിപ്പിൾ കമ്പോണൻറ്റ്സ്. Okay, so the first component is T1 which consisting of n1 vertices and the second component is T2 which consisting of n2 vertices. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ കയ്യിലുള്ളത് ട്രീ ആയിരുന്നു ആൻഡ് ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് നോ സർക്യൂട്ട്സ്. അപ്പോൾ ഒരു ട്രീയിൽ സർക്യൂട്ട്സ് ഇല്ല എങ്കിൽ ആ ട്രീ റിമൂവ് ചെയ്ത് രണ്ട് പാർട്സ് ആക്കി കഴിഞ്ഞാൽ അതിനകത്തും സർക്യൂട്ട്സ് ഒന്നും കാണത്തില്ല. ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് എ ട്രീ, ഇതിൽ നിന്ന് നമ്മളൊരു എഡ്ജ് റിമൂവ് ചെയ്യുവാണെങ്കിൽ
വീണ്ടും നമുക്ക് കിട്ടുന്നത് ട്രീ തന്നെയായിരിക്കും ആൻഡ് ഇറ്റ് ഓൾസോ കൺസിസ്റ്റ് ഓഫ് നോ സർക്യൂട്ട്. സോ ഹിയർ we divided the T into two components T1 and T2 which also consisting of no circuits. That means the components T1 and T2 are also trees and it has number of vertices fewer than n. That is T1 ഉള്ള number of vertices എന്ന് പറയുന്നത് n1 which is greater than n. Then T2 ഉള്ള number of vertices എന്ന് പറയുന്നത് n2 which is also greater than n. So in T1 number of vertices is n1, number of edges is n1 minus 1. In T2 number of vertices is n2 and number of edges is n2 minus 1. Then total number of edges in the main tree T. Main tree ഉള്ള number of edges എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? T1 ഉള്ള number of edges plus T2 ഉള്ള number of edges plus 1. The last one is the removed edge EK. That is T1 number of edges n minus 1. T2 number of edges n2 minus 1. T1 n1 minus 1. T2 n2 minus 1 plus 1. Total number of edges in T ആണ് പറയുന്നത്. അപ്പോൾ Tയിൽ number of edges എന്ന് പറയുന്നത് T1 number of edges, T2 number of edges, then നമ്മൾ റിമൂവ് ചെയ്ത ഒരു എഡ്ജ്. സോ ദാറ്റ് ഈസ് n1 plus n2 minus 1. n1 plus n2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഇതായിരുന്നു നമ്മുടെ ഗ്രാഫ്. അതിനെ ഡിസ്കണക്ട് ചെയ്ത് ഇങ്ങനെ ആക്കുമ്പോൾ നമ്മുടെ നമ്പർ ഓഫ് വേർട്ടിസസിന് വല്ല വ്യത്യാസവും ഉണ്ടോ? ഇല്ലേ? ഇവിടെ ടോട്ടൽ ആദ്യമേ n ഈക്വൽ ടു 1 2 3 4 5 6 ഉണ്ടായിരുന്നു. 6 വേർട്ടിസസ് ഉണ്ടായിരുന്നു. ഇനി n1 3 ഉണ്ട്, n2 3 ഉണ്ട്, വിച്ച് ഈസ് ലെസ് ദാൻ n, ദാറ്റ് ഈസ് 6. ബട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടിസസ് n1 plus n2 ഈക്വൽ ടു 3 plus 3 ഈക്വൽ ടു 6. ഓക്കെ, സോ n1 plus n2 ഈക്വൽ ടു n1 plus n2 ഈക്വൽ ടു n minus 1 edges. സോ നമ്മളൊരു ട്രീനെ ഡിസ്കണക്ട് ചെയ്തു എങ്കിലും അവിടുത്തെ നമ്പർ ഓഫ് എഡ്ജസ് പിന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് n minus 1 എഡ്ജസ് തന്നെയായിരിക്കും കിട്ടുന്നത്. ദെൻ നമ്പർ ഓഫ് വേർട്ടിസസ് ഈക്വൽ ടു നമ്പർ ഓഫ് വേർട്ടിസസ് ഇൻ T1 ദാറ്റ് ഈസ് n1 ആൻഡ് നമ്പർ ഓഫ് വേർട്ടിസസ് ഇൻ T2 ദാറ്റ് ഈസ് n2 ആൻഡ് ഫൈനലി n1 plus n2 ഈക്വൽ ടു n. സോ നമ്മളതിനെ ഡിസ്കണക്ട് ചെയ്ത് നമ്പർ ഓഫ് വേർട്ടിസസ് ലെസ് ദാൻ n ആയിക്കഴിഞ്ഞാലും ബൈ ഇൻഡക്ഷൻ മെത്തേഡിൽ നമുക്കൊരു ഗ്രാഫിൽ അല്ലെങ്കിൽ ട്രീയിൽ n വേർട്ടിസസ് ഉണ്ടെങ്കിൽ n minus 1 എഡ്ജസ് തന്നെയായിരിക്കും കിട്ടുന്നത്. ഇങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് n 1 2 3 4 വാല്യൂസ് കൊടുക്കുക. ദെൻ നമ്മൾ ഒരു ട്രീ കൺസിഡർ ചെയ്ത് അതിനകത്ത് നിന്ന് ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് അത് ഡിസ്കണക്റ്റഡ് ആവും. ഡിസ്കണക്റ്റഡ് ആയതിനു ശേഷമുള്ള ഡിസ്കണക്റ്റഡ് ആയതിനു ശേഷം ആ ടീയിലുള്ള നമ്പർ ഓഫ് വേർട്ടിസസും എഡ്ജസും നോക്കിക്കഴിഞ്ഞാലും നോ ചേഞ്ച് ബൈ ഇൻഡക്ഷൻ മെത്തേഡ് n minus 1 എഡ്ജസ് തന്നെയായിരിക്കും വരുന്നത്. മനസ്സിലായോ? നമ്മളൊരു ട്രീ എടുത്തു, അതിനെ ഡിസ്കണക്ട് ചെയ്ത് 2 കമ്പോണൻറ്റ്സ് എടുത്തിട്ട് ആ കമ്പോണൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്പർ ഓഫ് എഡ്ജസും നമ്പർ ഓഫ് വേർട്ടിസസും പറഞ്ഞപ്പോഴും നമ്മൾ പഴയതുപോലെ n വേർട്ടിസസും n minus 1 എഡ്ജസും തന്നെയായിരിക്കും കിട്ടുന്നത്. സോ ഹെൻസ് ദ തിയറം ഈസ് പ്രൂവ്ഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് തിയറം ഈസ് ഇൻ എനി ട്രീ വിത്ത് 2 or more vertices there are at least 2 pendant vertices. In any tree with 2 or more vertices there are at least 2 pendant vertices. ഏതൊരു ട്രീ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിലെ നമ്പർ ഓഫ് വേർട്ടിസസ് 2 അല്ലെങ്കിൽ മോർ അല്ലെങ്കിൽ 2 or more വേർട്ടിസസ് ഉള്ള ഏത് ട്രീ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിലെ നമ്പർ ഓഫ് പെൻഡൻറ്റ് വേർട്ടിസസ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 ഷുവർ ആയിട്ടും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മോർ ദാൻ 2 ആയിരിക്കും. Okay, so proof, let T be a tree with n vertices and the vertices are v1 v2 up to vn, and we know that if the tree consisting of n vertices number of edges will be n minus 1. So in a tree T number of edges e equal to n minus 1. Okay, then first module നമ്മൾ പഠിച്ചൊരു തിയറമാണ് the total degree of all the vertices sigma I equal to d of e equal to 2e. So in a tree e means n minus 1. So ക്ക് പകരം n minus 1 കൊടുക്കുമ്പോൾ 2n minus 2. So in the case of a tree the total degree of all the vertices will be equal to 2n minus 2 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് 2 പെൻഡൻറ്റ് വേർട്ടിസസ് എങ്കിലും ഉണ്ടായിരിക്കും. അതിനു വേണ്ടി നമ്മൾ പ്രൂവ് ചെയ്യുന്നത് നമ്മൾ അത് അസ്യൂം ചെയ്യും. ഇൻ കേസ് 1 പെൻഡൻറ്റ് വേർട്ടിസസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ
if it consisting of only one pendant vertex. We have to assume that if it consists of only one pendant vertices. Okay, so ഒരു pendant vertex മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ assume ചെയ്തു. ഇനി ഡിഗ്രി എഴുതുക. സിഗ്മ I equal to n d of vi, which is equal to d of v1 plus d of v2 plus d of vn. n vertices ഉണ്ട്, അതിൻ്റെ എല്ലാത്തിൻ്റെ ഡിഗ്രി. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഒരാൾക്ക് മാത്രം ഡിഗ്രി 1 ആണ്. ബാക്കിയുള്ളവർക്കെല്ലാം, ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ n vertices ഉണ്ട്, അതിൽ ഒരാൾക്ക് മാത്രം ഡിഗ്രി 1, റിമൈനിങ് n മൈനസ് 1ൻ്റെ ഡിഗ്രി നമ്മൾ ഏറ്റവും മിനിമം ഡിഗ്രി 2 ആണ്, അത് അസ്യൂം ചെയ്തു. സോ 1, ആദ്യത്തെ ആളുടെ 1, ബാക്കി എല്ലാവരുടെയും 2. ബാക്കി എല്ലാവരും എന്ന് പറയുമ്പോൾ എത്ര പേര് കാണും? n മൈനസ് 1 ആൾക്കാർ കാണും. ടോട്ടൽ n vertices ആണ്, ഒരാളുടെ 1 ആണ്, റിമൈനിങ് n മൈനസ് 1 verticesൻ്റെ ഡിഗ്രി 2 ആണ്. സോ ടോട്ടൽ ഡിഗ്രി എന്ന് പറയുന്നത് 1 പ്ലസ് റിമൈനിങ് n മൈനസ് 1ൻ്റെയും ഡിഗ്രി 2 ആണ്. ഓക്കെ, സോ 1 പ്ലസ് 2 ഇൻറ്റു n മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 2n മൈനസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 2n മൈനസ് 1. അപ്പം നമ്മൾ അസ്യൂം ചെയ്തത് ഒരു പെൻഡൻറ്റ് വാർട്ടസ് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡിഗ്രി എന്ന് പറയുന്നത് 2n മൈനസ് 1 ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ട്രീയുടെ കേസിൽ ഡിഗ്രി എന്ന് പറയുന്നത് 2n മൈനസ് 2 ആയിരിക്കും. അപ്പം ഒരു പെൻഡൻറ്റ് വേർട്ടസസ് ആണെങ്കിൽ ഡിഗ്രി 2n മൈനസ് 1 കിട്ടൂ, ദാറ്റ് ഈസ് 2n മൈനസ് 2 അവിടെ കിട്ടില്ല. സോ അതിനർത്ഥം എന്താ? ഒരു പെൻഡൻറ്റ് വേർട്ടസ് ആയിരിക്കത്തില്ല. ദാറ്റ് മീൻസ് വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ ടു ഇക്വേഷൻ നമ്പർ 1. ദാറ്റ് മീൻസ് അവർ അസംഷൻ ഈസ് റോങ് ആൻഡ് ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് അറ്റ്ലീസ്റ്റ് 2 പെൻഡൻറ്റ് വേർട്ടസസ്. മനസ്സിലായോ? നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു ട്രീയിലെ ഡിഗ്രി എന്ന് പറയുന്നത് 2n മൈനസ് 2 ആണ് കിട്ടുന്നത്. നമ്മൾ അസ്യൂം ചെയ്തത് നമുക്ക് ഒരു പെൻഡൻറ്റ് വേർട്ടസേ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു പെൻഡൻറ്റ് വേർട്ടസ് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ഡിഗ്രി 2n മൈനസ് 1 എന്ന് മാത്രമേ കിട്ടൂ. അത് റോങ് ആണ്. സോ എന്തായാലും 2 പെൻഡൻറ്റ് വേർട്ടസസ് കാണും. 2 പെൻഡൻറ്റ് വേർട്ടസസ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ 2 പേരുടെ ഡിഗ്രി 2 ആണ്, ദെൻ റിമൈനിങ് n മൈനസ് 2 ആൾക്കാരുടെ ഡിഗ്രി 2 ആണെങ്കിൽ 2 പ്ലസ് 2n മൈനസ് 4 വിച്ച് ഈസ് ഈക്വൽ ടു 2n മൈനസ് 2. കറക്റ്റായിട്ട് നമ്മുടെ ട്രീയുടെ ഡിഗ്രി ഇക്വേഷൻ തന്നെ കിട്ടും. സോ അറ്റ്ലീസ്റ്റ് 2 പെൻഡൻറ്റ് വേർട്ടസസ് എന്തായാലും